എല്ലാ പ്രിയ മലയാളി കാൽപന്ത് പ്രേമികൾക്കും സ്വാഗതം. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 8 നമ്മൾ എത്തുകയാണ്. തത്സമയം മലപ്പുറം ഡിസ്ട്രിക്ട് സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ നിന്ന് എക്സൈറ്റിംഗ് ആയ മത്സരം തന്നെയാണ്. കഴിഞ്ഞ കളിയിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന മലപ്പുറം FC. മലപ്പുറം FC അപ്പ് അഗെയിൻസ്റ്റ് തൃശൂർ മാജിക് FC. 2 മത്സരങ്ങൾ പരാജയപ്പെട്ട തൃശൂർ മാജിക് FC ആദ്യ മത്സരം ഗംഭീരമായി ജയിക്കുകയും രണ്ടാം മത്സരത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത മലപ്പുറം FC ആ പരാജയ ക്ഷീണം മറന്ന് വളരെ വേഗം വിജയ വഴിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അത്ര ഒരു സമ്മർദ്ദം ടീമിന്റെ മുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ആശ്വാസത്തിലാകും കളി. സ്വന്തം മൈതാനം, അവരുടെ ആരാധകരുടെ പിന്തുണ, ഇതൊക്കെ ഫേവറിംഗ് ഘടകങ്ങൾ തന്നെയാണ് മലപ്പുറം FCയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ പുതിയ താരങ്ങളുടെ കരുത്താണ് തൃശൂർ മാജിക് FCയെ പ്രധാനമായിട്ടും സഹായിക്കുന്നത്. തീർച്ചയായിട്ടും അജയ് കൃഷ്ണനാണെന്ന് മത്സരം നിയന്ത്രിക്കുന്ന മുഖ്യ റഫറി. സഞ്ജയ് ES, ലിജു VM എന്നിവർ അസിസ്റ്റന്റ് റഫറീസ് ആയിട്ട് വരും. കണ്ണൂർ വാരിയേഴ്സും മോശമാക്കുന്നില്ല. അവിടേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി തൃശൂർ മാജിക് FCക്ക് ഒരു വിജയമേറെ അനിവാര്യം തന്നെയാണ്. നിർണായകമായ ഈ മത്സര ദിവസം കടലാസിൽ കരുത്ത് മലപ്പുറം FCക്ക് തന്നെയാണ്. പക്ഷേ മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അജയ് കൃഷ്ണന്റെ ആദ്യ വിസിൽ മുഴങ്ങുന്നു. സമയമാകുന്നു പന്തുരുളാൻ. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ നിർണായകമായ മത്സരത്തിന് നമുക്ക് കാണാം. ഒരു പുതിയ കളേഴ്സിലാണ് തൃശൂർ മാജിക് FC കളിക്കുന്നത്. നീലയും വെള്ളയും ചേർന്ന കളേഴ്സ്. തുടക്കം തന്നെ ഒരു അഗ്രസീവായ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമം, കൃത്യമായി സ്പേസ് കണ്ടെത്തുകയും ചെയ്യുന്നു. Again coming to center, സ്കോറിംഗ് റേഞ്ചിൽ ഒരു കർവിന് വേണ്ടി ശ്രമിക്കുന്നു. വലിയ വ്യത്യാസത്തിൽ അത് പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച്, ഒരു പോസിറ്റീവായിട്ടുള്ള തുടക്കം. മൈൽസൺ തന്നെയാണ് അവിടെ എല്ലാ ബോളും ക്ലിയർ ചെയ്യുന്ന ഫസ്റ്റ് ടൈം തന്നെ. ക്രോസ് ആണ്, പക്ഷേ സൈഡ് ടച്ചിലേക്കാണ് ആ അറ്റംപ്റ്റ് വന്ന് വീഴുന്നതെന്ന് കാണാം. ഫസൽ റഹ്മാന്റെ ശ്രമമാണ്. നല്ല ക്രോസ് ആണ് അവിടെ. 3 വന്ന് അടുപ്പിച്ച് ബിഡിയുടെ ഐറ്റോറിന്റെ 2 ക്രോസുകൾ നമ്മൾ ഇതിന് മുൻപേ കണ്ടു. 3ാമത്തെ ക്രോസ് ആണ് മുൻപിലേക്ക് കയറി വന്നത്. മലപ്പുറത്തെ കാണികൾ ഒരു ഗോളാവാൻ വേണ്ടി കുറച്ചു നേരമായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് സ്വന്തം ടീം തന്നെ, ഹോം ടീം തന്നെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കാണാം. വളരെ ലക്ഷ്യമായ പാസിംഗ് പന്ത് നഷ്ടമാകുന്നതിന് കാരണമാവുകയാണ്. കറക്ഷനുകൾ ഒരുപാട് വേണ്ടിയിരിക്കുന്നു തൃശൂർ മാജിക് FCയെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറത്തിന്റെ മറ്റൊരു മുന്നേറ്റമായിട്ട് മാറുകയാണ്. ഉജയർ നല്ലൊരു പൊസിഷനിലായിരുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ആ പന്തിനെ ഒരു ഏരിയൽ ചലഞ്ചിലേക്ക് മാറ്റിവിടുന്നു. വീണ്ടും നോക്കാം, പന്ത് നഷ്ടമാകുമെന്നൊരവസ്ഥയിൽ പിറകിലേക്കാണ്. CK വിനീതിന്റെ എഫേർട്ട് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഫുൾ ടൈം അത് ഓൾമോസ്റ്റ് ബാക്ക് വരെ പോയി പന്ത് പിടിച്ചെടുക്കാൻ വേണ്ടി എഫേർട്ട് എടുത്ത് തിരികെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മുഴുവൻ CK വിനീത് തന്നെയാണ്. വീണ്ടും ഒരു മുന്നേറ്റമായി മാറുന്നു മലപ്പുറം FCയുടെ ഭാഗത്തു നിന്നും. ഫ്ലാങ്കിലൂടെ നല്ലൊരു നീക്കം, കട്ട് ബാക്ക് സെറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ആദ്യ തവണ ഒരു ഷോട്ട് നിൽക്കാൻ തക്ക സ്ഥലത്ത് കിട്ടുന്നില്ല. വീണ്ടും സെന്ററിലേക്ക് തന്നെ എത്തിക്കാൻ പെഡ്രോ മാൻസിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം. അവിടെ റോബിന്റെ ഒരു ഫൈറ്റ് വരുന്ന അവിടെ അലക്സാൻഡോസിന് കാർഡ് കിട്ടുകയാണ് ആ ഒരു ചലഞ്ചിന്റെ പേരിൽ. കുറച്ച് അധികം റഫായിട്ടുള്ള ഒരു കോണ്ടാക്ട് തന്നെയാണ് ഇവിടെ. അലക്സാൻഡോസ് റൂബിനെയാണ് അവിടെ ഫൗൾ ചെയ്യുന്നത്. അദ്ദേഹം ബോൾ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അവിടെ ആ ബോള് റൂബിൻ ഇന്റർസെപ്ഷൻ ചെയ്തതിന്റെ ഒരു ചുരുക്കിലാണ് അവിടെ അദ്ദേഹം ആ ഒരു ഫൗൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒക്കെ എനിക്കൊന്നു ജോസഫ് ബേട്ടിയ സ്റ്റോപ്പർ ബാക്കിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും ഇവിടെ കാണാം ഒരു ഹൈ പ്രസിംഗിലേക്ക് അവിടെ കാര്യങ്ങളെ മാറ്റിയിരിക്കുന്നു. 5 മിനിറ്റ് റെഗുലർ ടൈമിൽ ബാക്കി നിൽക്കാൻ നല്ലൊരു അവസരം തന്നെയായിരുന്നു അവിടെ. ഓൾമോസ്റ്റ് അടുത്തെത്തി.
വീണ്ടും കാണാം ഒരു പ്രസിംഗിന്റെ ലെവല് പെട്ടെന്ന് കൂട്ടിയിരിക്കുന്നു മലപ്പുറം FC. അവിടെ നോക്കോ, അദ്ദേഹം ഇറങ്ങിയ ഫസ്റ്റ് ടച്ച് തന്നെ, ബർബോസ ഇറങ്ങിയ ഫസ്റ്റ് ടച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മിന്നൽ ക്രോസ് ആണ് അവിടെ നമ്മൾ കണ്ടത്. അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഷോട്ടിലേക്ക് എടുക്കാൻ അവിടെ ഫസലുർ റഹ്മാന് കഴിയുന്നു. പോസ്റ്റുമേ തട്ടി തിരിച്ചു വരികയാണ്. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. വീണ്ടും കിടന്നിട്ട് ബുജേറിന്റെ ഷോട്ടായിരുന്നു അവിടെ. റൂബിൻ അവിടെ ഇല്ല, അദ്ദേഹം പരിക്ക് പറ്റി പുറത്തുപോയി. അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ബർബോസാണ് വരുന്നത്. അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതുകൊണ്ട് ആ ഒരു സ്പേസ് ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. അവിടെ ഐറ്റോർ ഇടയ്ക്ക് പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബേഡിയ പോകുന്ന അവിടെ കാണാം. ആ ഒരു ചാൻസ് മുതലെടുക്കാൻ കഴിയുന്നില്ല തൃശ്ശൂർ മാജിക് FC-ക്ക്. സുതാര്യ മിനിറ്റ് അടച്ചായി ഏതാണ്ട് അതിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു ശ്രമം കൂടി ഉണ്ടാകും ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ. മലപ്പുറത്ത് പന്തിപ്പോഴും മലപ്പുറം FC-യുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. നന്ദു, കൃഷ്ണ, ബാബോസ. എന്തായാലും കൂടുതൽ ആക്ഷനുകൾക്കുള്ള സമയമില്ല. റഫറി അജയ് കൃഷ്ണൻ വിസിൽ മുഴക്കിയിരിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുകയാണ്. മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയാതെയാണ് രണ്ട് ടീമുകളും കളം വിടുന്നത്. തമ്മിൽ ആരാണ് ഭേദമെന്ന് ചോദിച്ചാൽ മലപ്പുറം ഫുട്ബോൾ ക്ലബ് എന്ന് തന്നെ പറയേണ്ടി വരും. തൃശൂർ മാജിക് FC ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ മലപ്പുറം ഫുട്ബോൾ ക്ലബും തൃശൂർ മാജിക് FC-യും തമ്മിലുള്ള പോരാട്ടത്തിൽ ഗോളുകളുടെ ആരവമില്ലാതെ ഒരു പകുതി അവസാനിക്കുകയാണ്. ഗോൾ രഹിതമായി ആദ്യ പകുതി നമ്മൾ പിരിയുന്നു. രണ്ടാമത്തെ പകുതിയിൽ മാറ്റങ്ങളോടെ ടീം കളിയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുടക്കമാണ്. അലക്സ് സാഞ്ചസ് നൗ. സാഞ്ചസിന്റെ ബോൾ ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യുന്നു. സാഞ്ചസിന്റെ ബോൾ നോക്കുക. അവിടെ മാർസലോണ കടന്നു പോകാൻ മലപ്പുറം FC-ക്ക് കഴിയുന്നില്ല എന്ന് തന്നെ പറയണം. എല്ലാ ബോളുകളും അവിടെ മേൽസലിന് തട്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ വീണ്ടും പ്രോപ്പറായിട്ട് ക്ലിയറിംഗ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. വീണ്ടും ഒരു ഡേഞ്ചർ അവിടെ. പവർ ബോൾ. വാട്ട് എ ട്രൈ. പക്ഷേ രക്ഷയില്ല. സൈഡ് പിച്ചിലേക്കാണ് പന്ത് കയറുന്നത്. ബർബോസയുടെ ഒരു ട്രൈ ആയിരുന്നു. മലപ്പുറം അൾട്രാസ് നല്ലൊരു ചാൻസ് തന്നെ ക്രിയേറ്റ് ചെയ്തു. നോക്കുക, അവിടെ ഫസ്റ്റ് ടൈം അലക്സ് സാഞ്ചസ് വെച്ചു കൊടുത്ത ബോളാണ്. അത് ഫസ്റ്റ് ടൈം തന്നെ ഷോട്ടാക്കി എടുത്തെങ്കിലും പുറത്തേക്കാണ് പോകുന്നത്. സൈഡ് നെറ്റിലാണ് ആ ഷോട്ട് അടി മൊത്തം തറയ്ക്കുന്നത് നമുക്ക് കാണാം. ഗിൽബേറിന്റെ വകയാണ് ചലഞ്ച് വരുന്ന ലാസ്റ്റ് നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഈ ഒരു ഫ്രീ കിക്ക് ടേക്കോടുകൂടി മത്സരം ഇവിടെ അവസാനിക്കും. ബർബോസയുടെ പാസ് ബേറ്റേനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ചലഞ്ച് കൊടുക്കുക. അതപ്പോൾ ഒരു വരുന്ന വഴിക്ക് ഒരു പിടിച്ച് വലിക്കുന്നുണ്ട്. അവിടെ കയ്യിൽ പിടിച്ച് അവസാന നീക്കം ഇത് തന്നെ ആയിരിക്കും. ഇതിനപ്പുറത്ത് കളി ഉണ്ടാകില്ല. ഇതോടെ അവസാന വിസിൽ മുടങ്ങുക തന്നെ ചെയ്യും. വെയിറ്റ് ചെയ്യുന്നു. ഒരു നിർണായക സമയം തന്നെയാണ്. മേ ബി ഈ കഴിഞ്ഞ നേരത്തെ നിരാശയൊക്കെ മറക്കാൻ ഈ ഒരൊറ്റ മുഹൂർത്തം വിജയിച്ചാൽ മാത്രം മതി. നിർണായകമായ സെറ്റ് പീസ് ചലഞ്ചിനെ തുടർന്ന് വന്ന സെറ്റ് പീസ് വെയിറ്റിയുടെ കർവ് നേരെ ഡിഫൻസീവ് മതിലാണ് വന്ന് തട്ടുന്നത് കാണുക. വീണ്ടും അറ്റാക്കിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം. ഒരു കൗണ്ടർ റഷ് ഇവിടെ തൃശൂർ മാജിക് FC-യുടെ മുന്നിലുണ്ട്. അഭിജിത്ത് സർക്കാരിലേക്ക് വരുന്നു. ഫൈനൽ വിസിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളത് നോക്കുക റഫറി. വീണ്ടും ഒരു ഫോർവേഡ് പാസ്സാക്കി മാറ്റിയിരിക്കുന്നു. സോ പ്രഷർ തന്നെയാണ് ഇവിടെ. വീണ്ടും ബോക്സിനകത്തേക്ക് മറ്റൊരു ഡേഞ്ചർ ബോൾ, അതും അവിടെ മാനേജ് ചെയ്യുന്നു. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മലപ്പുറത്ത് ഫൈനൽ വിസിൽ മുഴക്കുകയാണ് റഫറി അജയ് കൃഷ്ണൻ. സമനിലയിൽ പിരിയുകയാണ്. തൃശൂർ മാജിക് FC-ക്കാണ് ആശ്വാസം. ഒരു പോയിന്റ് അവർക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നു. എന്തായാലും മലപ്പുറം FC-ക്ക് ഒരുപാട് പുനർക്ഷണം. അവർക്ക് കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിനപ്പുറം ഒരു സമനിലയുടെ ആശ്വാസം മാത്രമേ ഉള്ളൂ. അവരുടെ താളം അത് തെറ്റിയിരിക്കുന്നു. ആ ഒരു പരാജയം വലിയൊരു ആഘാതമായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. തൃശൂർ മാജിക് FC പോയിന്റ് ഒടുവിൽ ചേർത്ത് വെക്കുകയാണ്. എന്തായാലും ഒരുപാട് എക്സൈറ്റ്മെന്റും ഗോളുകളും പ്രതീക്ഷിച്ചു വന്ന ആരാധകരെ നിരാശരാക്കിയ
ഒരു രാത്രിയാണ് ഇവിടെ അവസാനത്തിലേക്ക് വരുന്നത്. സോ പ്രതിരോധമായിരുന്നു രണ്ട് ടീമുകളുടെയും ഒരു പ്രധാന ശക്തി. അത് മാത്രമാണ് എന്തെങ്കിലും ആവേശം സമ്മാനിച്ച ഒരു കാഴ്ച. അവസാന നിമിഷം മലപ്പുറം എഫ്സിയുടെ തുടർ ആക്രമണങ്ങൾ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു. അത് പക്ഷേ ഗോളിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. സോ മലപ്പുറം FC തൃശൂർ മാജിക് FC പോരാട്ടം കഴിയുന്നു. മാച്ച് നമ്പർ 9 നമുക്കിനി കണ്ടുമുട്ടാം 21 സെപ്റ്റംബറിന്. കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും തമ്മിലുള്ള പോരാട്ടം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം വന്ന് കാണാം. എക്സൈറ്റിംഗ് ആയ ഒരു ഫുട്ബോൾ രാത്രിക്ക് അവസാനമാകുന്നു.